രാവിലെ മറ്റേ വൻപയർ 2 ദിവസം കൊണ്ട് വെള്ളത്തിട്ടിരുന്നു. ഇന്നിപ്പോൾ രാവിലെയാണ് അത് ഞാൻ പുഴുങ്ങിയത്. പിന്നെ കട്ടൻ ചായയും ഇട്ട് അപ്പോൾ രാവിലെ അത് കഴിക്കാൻ പോണു. ഇതിൽ തേങ്ങയും പഞ്ചസാരയും ഇട്ട് നമ്മളെല്ലാവരും ഇങ്ങനെ കഴിക്കത്തില്ലേ. നമ്മളെ നാട്ടിലൊക്കെ ഇത് ഇങ്ങനെ എപ്പോഴും നമ്മളിങ്ങനെ ഉണ്ടാക്കി കഴിക്കും. അപ്പം കുറേ ദിവസം കൊണ്ട് വിചാരിക്കുന്നു മറ്റേ ശ്രീലങ്കക്കാരെ വിട്ടുനിന്ന് കൊണ്ടുവന്ന പയറാണ്. അപ്പം അതെടുത്ത് ഞാൻ വെള്ളത്തിട്ടിട്ട് ഇന്നിപ്പോൾ രാവിലെ അത് പുഴുങ്ങി. രശ്മി പോയി, അവൾക്ക് 7 മണിക്കാണ്. അതുകൊണ്ട് കൊച്ചിനെ കഴിക്കാത്തില്ല. അവൾ പിന്നെ അവൾക്ക് ഉച്ചയ്ക്ക് ശേഷം ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് എന്നിട്ട് കഴിക്കും. ഒരാഴ്ച എത്ര പെട്ടെന്നാണ് പോയത്. ദിവസങ്ങളൊക്കെ ഓടി പോകണം. പിന്നെ യൂട്യൂബിൽ സുനി എന്ന് പറയുന്ന ഒരെണ്ണൻ എന്നോട് ചോദിച്ച് കടക്കുകയാണ് അറിയാമോ എന്നൊക്കെ. നമുക്ക് ഒത്തിരി പേരില്ല ഇവിടെ. അണ്ണൻ ഖത്തറിലാണെന്ന് പറഞ്ഞു. ഖത്തറിലാണ്. പക്ഷേ നമുക്ക് ഒത്തിരി സുനിമാരുണ്ടല്ലോ. അപ്പം ഞാനിപ്പം കടക്കലെന്ന് പറയുന്നെങ്കിലും കോട്ടപ്പുറം നെടുമൺപുരം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോഴും നമ്മളെവിടെ ആയാലും ആ കടക്കക്കാരെന്നല്ലേ പറയുന്നത്. അത് എന്ന് പറയുന്ന പോലെ ചിലപ്പം ആ ആളും എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ സുനി എന്ന് പറയുന്ന കോട്ടപ്പുറത്ത് സുനി എണ്ണമുണ്ട്, കാറ്റാടി വീട്ടിലുണ്ട്. അങ്ങനെ ഒത്തിരി പേരറിയാവുന്ന അണ്ണന്മാരുണ്ട്. അപ്പോൾ ആരാണെന്ന് അറിയത്തില്ല. അതുപോലെ ഈ പറഞ്ഞ ആൾക്കാരെല്ലാം നാട്ടിലാണ്. പിന്നെ എൻ്റെ മാമൻ്റെ മോനെന്ന് പറയുന്നത് അനിയണ്ണനാണ്. അണ്ണൻ ഇവിടെ ഖത്തറിയുണ്ടെന്ന് ചേച്ചി വിളിച്ചപ്പോൾ എൻ്റെ പറഞ്ഞായിരുന്നു. അപ്പം അണ്ണനുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ല. നാട്ടിലായിരുന്നപ്പോൾ അണ്ണൻ നമ്മളെ വീട്ടിലൊക്കെ വരെയും എൻ്റെ സഹോദരനൊക്കെ വയ്യാതിരുന്ന സമയങ്ങളിലൊക്കെ അണ്ണനും ഭാര്യയും കൊച്ചുങ്ങളും ഒക്കെ എപ്പോഴും നമ്മളെ വീട്ടിൽ വരെയും. പിന്നെ നമ്മളെ കുടുംബത്തൊക്കെ എന്ത് കാര്യം ഉണ്ടെങ്കിലും അണ്ണനൊക്കെ വരുന്നതാണ്. അപ്പോൾ അണ്ണനാണെന്ന് അറിയത്തില്ല. അപ്പോൾ സ്ഥലം പറഞ്ഞാൽ അറിയാം. പിന്നെ ഈ ഖത്തറിൽ നമ്മുടെ നാട്ടിലുള്ള ഒത്തിരി പേരുണ്ടെന്നത് എന്നെ കൊണ്ടുവന്ന എൻ്റെ കസിൻ്റെ കൂട്ടുകാരൻ പയ്യനുണ്ട്. പിന്നെ അണ്ണൻ്റെ കൂടെ പഠിച്ച അണ്ണന്മാരെല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ അങ്ങനെ അവരെ കൂട്ടുകാരും ഒത്തിരി പേരുണ്ട്. വീട്ടിലെ എൻ്റെ സഹോദരൻ്റെ കൂട്ടുകാരുണ്ട്. പിന്നെ എൻ്റെ കൂടെ പഠിച്ചവർ ഉണ്ട്. പിന്നെ നമ്മളെ നാട്ടുകാർ പിള്ളേരുണ്ട്. അപ്പോൾ അങ്ങനെ ഇഷ്ടംപോലെ കൊച്ചുങ്ങളും ഇഷ്ടംപോലെ അണ്ണന്മാരും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പം ഇതുവരെ ഇവിടെ വന്നിട്ട് ഇപ്പം ഞാൻ യൂട്യൂബിലിടുന്നതുകൊണ്ടായിരിക്കും ഒരുവിധമുള്ളവരൊക്കെ ഇവിടെ ഖത്തറിലാണെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇടുന്നു. പക്ഷേ എനിക്കിപ്പം ഇവിടെ വന്നിട്ട് ആരെയും കണ്ടിട്ടില്ലല്ലേ. അതുകൊണ്ട് അറിയത്തില്ല. അതുകൊണ്ട് സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞെങ്കിൽ അറിയാൻ പറ്റിയ